നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, എന്തെങ്കിലും കൊടുത്തയക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കുറച്ച് അച്ചാറും കുറച്ച് അക്രിലിക് പെയിന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഡോംസിന്റെ ബ്രഷ് പെന്നും വാങ്ങിച്ചു. എല്ലാവരും ഇതിന് ഇത്രയും ഹൈപ്പ് കൊടുക്കണ കണ്ടപ്പോൾ എനിക്കിത് വാങ്ങിക്കണം എന്ന് തന്നെയായിരുന്നു. വെറുതെ ഇല്ലട്ടോ ആൾക്കാർ ഇതിന് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വരയ്ക്കാനും എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അക്രിലിക് പെയിന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്രിലിക് പെയിന്റ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ നാൾ മുതൽ കാണുന്നതാണ് ഈ ഫെവിക്രിലിന്റെ അക്രിലിക് പെയിന്റ്. ഇവിടെയാണെങ്കിൽ ഫെവിക്രിലിന്റെ അക്രിലിക് പെയിന്റ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു 12 സെറ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ നോർമൽ കളേഴ്സിലുള്ള 12 സെറ്റുമാണ് പിന്നെ വാങ്ങിച്ചത്. ഈ ഒരു 12 സെറ്റ് കാണുമ്പോൾ എനിക്ക് എന്റെ ഫ്രണ്ട് രജനയാണ് സാധാരണ ഓർമ്മ വരാറ്. കാരണം ഓൾ എന്റെ ബർത്ത്ഡേക്ക് മുന്നേ ഇത് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ 3 ഒരെണ്ണം നമ്മുടെ 20K ഗിവ് അവേയിൽ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഏത് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പിന്നെ ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഹാപ്പി ജാറിലേക്ക് എൻട്രി ഇട്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കണ്ടേ? അനീഷ് കുമാർ PV ആൻഡ് അനക, ഇവർ രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ 4 പേരാണ് ഹാപ്പി ജാറിലുള്ളത് കേട്ടോ. ഹാപ്പി ജാർ എന്താണെന്ന് അറിയാത്തവര് നമ്മുടെ മുന്നത്തെ ഹാപ്പി ജാറിന്റെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.